നമസ്കാരം. അവസാനം എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത്. ഏകദേശം 9 ഏജൻസികളാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്സിസ് സർവേ ആയിരുന്നു. അതിൽ 90 സീറ്റുകൾ വരെയാണ് UDF പറയുന്നത്. അതേപോലെ BJPക്ക് മാക്സിമം പോയാൽ 3 സീറ്റുകൾ വരെ കിട്ടാതിരിക്കാം എന്നുകൂടിയാണ് പറയുന്നത്. ഒരു സർവേയിൽ 14 സീറ്റ് വരെ 7 മുതൽ 14 സീറ്റ് വരെ UDF പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഓരോരുത്തരെയും സർവേ ഒന്ന് വായിക്കാൻ ശേഷം നമുക്ക് വിശകലനം ചെയ്യാം. ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേയിലാണ് 78 മുതൽ 90 വരെ സീറ്റുകൾ UDF പറയുന്നത്. 49 മുതൽ 62 വരെ LDF NDAക്ക് 3 വരെ സീറ്റ് കിട്ടാം. 0 to 3 ആണ്. അതേപോലെ JVC നടത്തിയ സർവേയിൽ 72 മുതൽ 84 വരെ സീറ്റാണ് UDF പറയുന്നത്. 52 മുതൽ 61 വരെ സീറ്റ് വരെയാണ് LDF പറയുന്നത്. 3 to 7 സീറ്റാണ് UDF പറയുന്നത്. 3 മുതൽ 7 വരെ സീറ്റ് BJPക്ക് കിട്ടാം. മാട്രിക്സ് സർവേയിൽ പറയുന്നത് 70 മുതൽ 75 വരെ UDF കിട്ടാം എന്നാണ് പറയുന്നത്. 60 മുതൽ 65 വരെ LDF കിട്ടാം. അത് ഈക്വൽ ഫൈറ്റ് ആണെന്ന് അർത്ഥം. കൂടാതെ 3 മുതൽ 5 വരെ സീറ്റുകൾ BJPയും കിട്ടാം. അതായത് 3 സീറ്റ് ഉറപ്പിച്ചവർ പറയുന്നു BJP കിട്ടുന്നുള്ളത്. പീപ്പിൾസ് പൾസ് സർവേ പറയുന്നത് 75 മുതൽ 80 സീറ്റ് വരെ UDF കിട്ടാം. 55 മുതൽ 65 സീറ്റ് വരെ LDF കിട്ടാം. 0 to 3 ചിലപ്പോൾ കിട്ടാം, BJPക്ക് കിട്ടാതിരിക്കാം. പിന്നെ പി മാർക്ക് പറയുന്നത് 71 മുതൽ 79 സീറ്റ് വരെ, എന്നാലും ഒരു സീറ്റ് അധികം ആണ് മിനിമം കിട്ടുന്നതിൽ UDF. 62 മുതൽ 69 സീറ്റ് വരെ LDF കിട്ടുന്നു. 1 മുതൽ 4 വരെ BJPയും കിട്ടുന്നു. ഒരു സീറ്റ് ഉറപ്പായിട്ടും BJP കിട്ടും. 4 സീറ്റ് വരെ കിട്ടാമെന്നാണ് പറയുന്നത്. കൂടാതെ പീപ്പിൾസ് ഇൻസൈറ്റ് സർവേ പറയുന്നത് എക്സിറ്റ് പോൾ പറയുന്നത് 66 മുതൽ 76 വരെ, മിനിമത്തിന് താഴേക്കാണ്. 66 മുതൽ 76 വരെ UDF കിട്ടാം. 58 മുതൽ 68 വരെ LDF കിട്ടാം. വിചിത്രമായി പറയട്ടെ, 10 മുതൽ 14 വരെ സീറ്റ് BJPക്കും കിട്ടാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പീപ്പിൾസ് ഇൻസൈറ്റ് എന്ന സർവേ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് 10 മുതൽ 14 വരെ സീറ്റ് അവർ ഇവിടെ കിട്ടാമെന്നാണ് പറയുന്നത്. അതായത് BJP കിട്ടാമെന്നാണ് പറയുന്നത്. അത് വ്യത്യസ്തമായ സർവേയാണ്, എക്സിറ്റ് പോൾ ഫലമാണ്. 58 മുതൽ 68 വരെ സീറ്റ് LDF ഉള്ളൂ. അതേസമയത്ത് UDF 66 മുതൽ 76 വരെ, അതായത് തൂക്കം മന്ത്രിസഭ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. CNN പറയുന്നത് 70 മുതൽ 80 വരെ സീറ്റ്, അതിന് മിനിമം UDF കിട്ടുന്നുണ്ട്. 58 മുതൽ 68 വരെ LDF കിട്ടാം. 4 സീറ്റ് BJP പറയുന്നുണ്ട്. പോൾസ് NDTV പറയുന്നത് 75 മുതൽ 75 സീറ്റ് വരെ UDF കിട്ടാം. 60 സീറ്റ് LDF കിട്ടാം. 4 സീറ്റ് BJP കിട്ടും. അതായത് BJPക്ക് ആവറേജ് 1-2 സർവേയിൽ കൃത്യമായി, വേറെ സർവേയിൽ 3 മുതൽ 3 സീറ്റ് പറയുമ്പോൾ, അതായത് മൊത്തം 4 സർവേകളിൽ 3-ൽ മേലെ സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് BJPക്ക്. എന്നാൽ ഒരു ആക്സിസ് മൈ ഇന്ത്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർവേ പറയുന്നത് 3 സീറ്റുകൾ വരെ കിട്ടാം, പക്ഷെ കിട്ടാതിരിക്കാമെന്നും കൂടി പറയുന്നുണ്ട്. ഇവർ തന്നെ പറയുന്നത് ആക്സിസ് മൈ ഇന്ത്യ തമിഴ്നാട്ടിൽ പറയുന്നത് TVK ഭരണത്തിൽ വരുമെന്ന്, അതായത് വിജയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഏജൻസി. എന്തായാലും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും വരുമ്പോൾ ഒരു കാര്യം ഉറപ്പായി, പിണറായി വിജയൻ ഒഴിയുകയാണ്, ഭൂതം ഒഴിയുകയാണ്. അവിടെ പന്തൽ കെട്ടിയോണ്ടൊന്നും കാര്യമില്ല. പന്തൽ കെട്ടി അവിടെ ഇരിക്കാമെന്നല്ലാതെ ചിലപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തേക്കാം. ആത്മഹത്യ ചെയ്തൊന്നും ഒരാളെ പറ്റി പറയുന്നത് ശരിയല്ല. കാരണം ഈ ഇന്നലെ വരെ രാജാവിനെ പോലെ അദ്ദേഹം 40 വണ്ടി പോലീസിൻ്റെ സഹായത്തോടുകൂടി സഞ്ചരിക്കുകയും എല്ലാ സ്ഥലത്തും കോടികൾ ചെലവഴിച്ച് ആഡംബര ജീവിതം നയിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട രാജാവ് പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് മാനസികമായ വൈക്ലഭ്യം വന്ന് ഇനി എങ്ങനെ പ്രജകളെ നേരിടും എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ എങ്ങനെ നേരിടുമെന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം
ഭീരുവാണ്, ഒരിക്കലും ധീരവാനല്ല. അതുകൊണ്ടാണല്ലോ എൻ്റെ ഓഫീസിലേക്ക് ഗുണ്ടകളെ പറഞ്ഞ് ആക്രമിച്ചത്, എന്നെ കള്ളക്കേസിൽ കുടുക്കി 4 തവണ 42 ദിവസം ജയിലിലടച്ചത്. അങ്ങനെ ഈ ഭരണകാലത്ത് ഏറ്റവും അധികം പീഡനങ്ങളിൽ ഏറ്റ ഒരാളാണ് ഞാൻ. അതൊക്കെ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണ്? ഭീരുത്വം കൊണ്ടാണ്. ഒരു ധീരനായ ഒരാൾ ഒരിക്കലും ചെയ്യില്ല. അപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്യുമോ ചോദിച്ചാൽ ഞാൻ പറയും ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയും. അതേപോലെ അദ്ദേഹം ഇവിടുന്ന് നാട് വിടാനാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതിന് മുമ്പായി അദ്ദേഹത്തിന് ക്യാൻസർ ഒന്നുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റൊക്കെ അദ്ദേഹം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ വേറൊരു അട്ടിമറി കൂടി അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 18 സീറ്റിൽ കഴിഞ്ഞ തവണ 5000 വോട്ടിന് താഴെയാണ് UDF തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉള്ളത്. ഈ 18 സീറ്റുകളിൽ ഏകദേശം 7000 BJP വോട്ടുകൾ മറച്ചു എന്ന് പറയുന്ന ഒരു സംഭവം BJPയും അമിത്ഷായുമുള്ള ധാരണ പ്രകാരം 18 സീറ്റിൽ UDFനെതിരെ LDFന് അനുകൂലമായി 7000 വോട്ടുകൾ മറിച്ചു BJP എന്ന് പറയുന്ന ഒരു വസ്തുത പുറത്തു വന്നിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. നമുക്കതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ, നന്ദി, നമസ്കാരം.